വെൽക്കം ടു സ്മോൾ ഫിൻസ് അക്വേറിയം. നിങ്ങളുടെ മീനുകൾ എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടോ? അതായത് വെള്ളത്തിൽ നിന്ന് ചാടുക, വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വായു വലിച്ച് നടക്കുക, എപ്പോഴും ഒളിച്ചിരിക്കുക, ഫുഡ് കൊടുക്കുന്നതൊന്നും കഴിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ വെള്ളത്തിൽ തന്നെയാണ് ആ പ്രശ്നം ഒളിച്ചിരിക്കുന്നത്. ഇറ്റ്സ് കോൾഡ് pH. ഫിഷ് കീപ്പിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് pH. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് pH-നെ കുറിച്ചാണ്. എന്താണ് pH? pH-ന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ. അത് നമ്മുടെ അക്വേറിയത്തിലെ വെള്ളത്തിലെ അസിഡിക്കും ആൽക്കലൈനും അത് മെഷർ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് ആണ് pH എന്ന് പറയുന്നത്. pH-ന്റെ സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 വരെയാണ്. അതിൽ 7 എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ബിലോ 7 എന്ന് പറയുന്നത് അസിഡിക് ആണ്, എബോവ് 7 എന്ന് പറയുന്നത് ആൽക്കലൈൻ, അതായത് ബേസിക്. നമ്മൾ പല ടൈപ്പ് വെറൈറ്റി ഫിഷിനെ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെറൈറ്റി ഫിഷുകൾക്ക് വെറൈറ്റി ആയിട്ടുള്ള pH ഉണ്ട്. അതായത് pH ഡിഫറെൻ്റ് ആകുമ്പോഴത്തേക്കിന് നമ്മുടെ ഫിഷിന് അത് സ്ട്രെസ് ഉണ്ടാക്കാം, അതിൻ്റെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇഷ്യൂ ഉണ്ടാക്കാം, അപ്പം രോഗങ്ങളൊക്കെ പെട്ടെന്ന് പിടിക്കാം, ചിലപ്പോൾ അതിൻ്റെ ഡെത്ത് വരെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഫിഷ് ടാങ്കിലെ pH കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ഫുഡ് എടുക്കാതെ, ഫുഡ് ഒട്ടും തന്നെ എടുക്കത്തില്ലെന്ന് വേണേൽ പറയാം. പിന്നെ ഫുഡ് എടുക്കാത്തത് കൊണ്ട് തന്നെ മീനിന് എനർജിയും കാണാൻ ചാൻസ് ഇല്ല. മീനൊക്കെ ഫുഡ് എടുത്തില്ലെന്നുണ്ടെങ്കിലും 5-6 ദിവസം വരെയൊക്കെ പോകുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ എന്തെന്ന് പറഞ്ഞാലും ഈ pH-ന്റെ ഇഷ്യൂ കൂടെ ഉള്ളതുകൊണ്ട് മീൻ ഭയങ്കരമായിട്ട് വീക്കാവും. അപ്പൊ എങ്ങനെ നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്കിലെ pH ടെസ്റ്റ് ചെയ്യാം? pH ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അതിന്റെ ടെസ്റ്റിംഗ് ലിക്വിഡും ടെസ്റ്റിംഗ് സ്ട്രിപ്പും ഒക്കെ അവൈലബിൾ ആണ്. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ടെസ്റ്റിംഗ് ലിക്വിഡാണ്. അപ്പോൾ അതിൻ്റെ ബോട്ടിലിൻ്റെ ബാക്കിൽ കളറേഷനും കാര്യങ്ങളും എല്ലാം അവർ നോട്ട് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ ഫിഷ് ടാങ്കിലെ pH നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ സൊല്യൂഷനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആ pH സൊല്യൂഷൻ വെച്ച് നമുക്ക് നമ്മുടെ പോണ്ടിലെ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലെ വെള്ളം ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ 2 സാധനങ്ങൾ വേണം. അതായത് ഒരു ടെസ്റ്റ് ട്യൂബും ഒരു ഫില്ലറും. ഫില്ലർ ആ pH-ന്റെ സൊല്യൂഷൻ എടുക്കാനും ടെസ്റ്റ് ട്യൂബ് വെള്ളം എടുക്കാനും. അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്നാണോ ടെസ്റ്റ് ചെയ്യുന്നത്, അത് ഏത് ഫിഷ് ടാങ്ക് ആണോ കുളമാണോ, അപ്പോൾ അതിലെ വെള്ളം നമ്മൾ ഒരു 100 ml അല്ലെങ്കിൽ 50 ml എടുത്തിട്ട് നമ്മൾ അതിൻ്റെ അകത്തോട്ട് ഈ pH-ന്റെ സൊല്യൂഷൻ ഒരു 3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഷേക്ക് ചെയ്യുക. ഷേക്ക് ചെയ്ത് കഴിഞ്ഞ് എന്ത് കളറാണോ വരുന്നത് അത് നമ്മുടെ ബോട്ടിലിൽ മാർക്ക് ചെയ്തേക്കുന്ന ആ കളർ വെച്ച് നോക്കുക. അപ്പോൾ അതിൽ ഈ നമ്മുടെ 0 to 14 വരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പോണ്ടിലോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലോ എന്താണ് ഇപ്പോൾ pH എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ വേണം pH ടെസ്റ്റ് ചെയ്യാൻ. pH ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് pH കൂടുതലാണോ കുറവാണോ എന്ന് കാണുമ്പോൾ ഞാൻ ഇവിടെ ചെയ്യുന്ന മെത്തേഡാണ് ഇനി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ആ മെത്തേഡ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ ചില കെമിക്കൽസും ഈ ഫെർട്ടിലൈസറും ഒക്കെ വിൽക്കുന്ന ഷോപ്പുണ്ടല്ലോ, ഈ വളമൊക്കെ വിൽക്കുന്ന ഷോപ്പ്, അവിടെ ഈ ഈറ്റ് കക്ക എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഈ കക്ക പൊടിച്ചതാണ്. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ അതൊരു ബക്കറ്റിൽ കലക്കിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ തെളിയാണ് നമ്മൾ ഈ ഫിഷ് ടാങ്കിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. പക്ഷെ നമ്മൾ രണ്ടാമത് ഒഴിക്കുമ്പോഴത്തേക്കിനും ഈ പോണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിൽ നിന്നുള്ള വെള്ളം തന്നെ മിക്സ് ചെയ്ത് വേണം തിരിച്ച് അങ്ങോട്ട് ഒഴിക്കാൻ. അത് ഡയറക്റ്റ് കലക്കിങ്ങ് ഒഴിക്കുകയും ചെയ്യില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തെളിയെ ഒഴിക്കാവുള്ളൂ. അതായത് നമ്മൾ കുറച്ച് നേരം ഇത് കലക്കിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. അതൊന്ന് അടിഞ്ഞ് സെറ്റായിട്ട് വേണം നമ്മളത് ഒഴിക്കാൻ. പിന്നെ ഒഴിക്കുമ്പോൾ ഒരു വലിയ ക്വാണ്ടിറ്റി ഒന്നും ഒഴിക്കരുത്. നമ്മൾ കുറച്ച് വീതം ഒഴിച്ചൊഴിച്ച് സെറ്റാക്കണം. അതായത് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കപ്പ് ഇങ്ങനെ എടുത്ത് ഒഴിച്ചിട്ട് നമ്മൾ ടെസ്റ്റ് ട്യൂബ് എടുത്ത് അത് pH-ന്റെ സൊല്യൂഷൻ ഒഴിച്ച് ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ഓരോന്ന് ഒഴിക്കുമ്പോൾ നമ്മുടെ ഇതിൻ്റെ pH-ന്റെ കളർ മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് വേണം ഒഴിക്കാൻ. അല്ലാതെ ഒരുപാട് ഈ വീറ്റൊക്കെ കലക്കി ഒഴിക്കുകയും ചെയ്യില്ല. കാരണം അത് pH കൂടാനുള്ള സാധ്യതയുണ്ട്. pH ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഇഷ്യൂസ് വരാനും സാധ്യതയുണ്ട്. ഇപ്പൊ pH ഒരുപാട് കൂടിപ്പോയി. അപ്പം ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ ടെസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ pH കുറഞ്ഞു വരുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ ടെസ്റ്റ് ചെയ്താണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് കൊണ്ടുവരാനും പറ്റും.
പിന്നെ മാർക്കറ്റിൽ ഈ pH ബഫർ എന്ന് പറയുന്ന സംഭവം ഒരു കെമിക്കലാണ്, അത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു, അറിയത്തില്ല, ഞാനിതുവരെ മേടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഞാനിങ്ങനെ ഈ നമ്മുടെ വെളി രാജ്യങ്ങളിലുള്ള വീഡിയോസും ഒക്കെ കാണുമ്പോഴത്തേക്കിനും അവരിങ്ങനെ ഒരുപാട് കെമിക്കൽസും കാര്യങ്ങളും എല്ലാം ഫിഷ് കീപ്പിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്താന്ന് പറഞ്ഞാലും നമ്മൾ കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കെയർഫുൾ ആയിരിക്കണം. ഞാനിവിടെ pH ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പോണ്ടിലോ അല്ലെങ്കിൽ ഫിഷ് ടാങ്കിലോ ഉപ്പൊക്കെ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഫിൽറ്റർ ഓൺ ആക്കിയിട്ടാണ് ഞാൻ pH ഒക്കെ കറക്റ്റ് ചെയ്യുന്നത്. അപ്പൊ അടുത്തതായി പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് pH നമ്മുടെ ഫിഷ് ടാങ്കിൽ സ്റ്റേബിൾ ആയിട്ട് നിർത്താം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല ടൈപ്പ് ഫിഷിനും പല രീതിയിലുള്ള pH ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ന്യൂട്രൽ രീതിയിലുള്ള ഒരു pH മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിക്ക ഫിഷുകളും അതിനോട് അഡാപ്റ്റ് ആവും. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ വരാതിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ ഫിഷ് ടാങ്കിലെ pH ഒന്ന് സ്റ്റേബിൾ ആക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ ചേഞ്ച് ആണ്. വാട്ടർ ചേഞ്ച് ഞാൻ ഉദ്ദേശിച്ചത് മുഴുവനായിട്ട് വെള്ളം മാറ്റി ക്ലീൻ ആക്കുക എന്നല്ല, ഒരു 10-20% വെള്ളം മാറ്റി ചെയ്യുക. അതായത് നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണുന്ന പോലെ ചിലവർ അടിയിൽ നിന്നുള്ള ആ വേസ്റ്റ് മാത്രം ഫിൽട്ടർ ചെയ്ത് അങ്ങനെ ഒരു കുറച്ച് വെള്ളം വീതം മാറ്റും. ആ ഒരു രീതി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ വരുന്ന അമോണിയയും കാര്യങ്ങളും ഒക്കെ ഒന്ന് കുറഞ്ഞിരിക്കും. നാച്ചുറലി pH സ്റ്റേബിൾ ആവുകയും ചെയ്യും. അടുത്തതായി പറയാൻ പോകുന്നത് ഫിൽട്ടർ മീഡിയയുടെ ക്ലീനിങ്. നമ്മൾ ഓർക്കും ഫിൽട്ടർ മീഡിയ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് ഈ സ്പോഞ്ചൊക്കെ അങ്ങോട്ട് നല്ല ഇതായിട്ട് അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്ത് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ മീന് ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഫിൽട്ടർ മീഡിയ മാക്സിമം കുറച്ചേ ക്ലീൻ ചെയ്യാവൂ. അല്ലാതെ നമ്മൾ ബ്രഷ് ഇട്ടൊന്നും കഴുകി വൃത്തിയാക്കുകയൊന്നും ചെയ്യരുത്. കാരണം ഈ ഫിൽട്ടർ മീഡിയക്കകത്താണ് നമ്മുടെ വേണ്ടിയ ബാക്ടീരിയയും വേണ്ടാത്ത ബാക്ടീരിയയും എല്ലാം ഉള്ളത്. അപ്പോൾ അതിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മീനിനും അഫക്റ്റ് ആവും. കാരണം pH അപ്പം തന്നെ ചേഞ്ച് ആവും. കാരണം ഇതെല്ലാം ഡെഡ് ആകുമ്പോഴും ഇതിനെല്ലാം പ്രശ്നം വരുമ്പോഴും ആ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ ഈ ഒരു ബാക്ടീരിയ വെച്ചാണ്. അപ്പോൾ അതെല്ലാം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ pH-ന് ഡിഫറൻസ് വന്ന് മീനുകൾക്കും അതിൻ്റെതായിട്ടുള്ള ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അടുത്തായി പറയാൻ പോകുന്നത് നമ്മൾ ഈ ഉപയോഗിക്കുന്ന കെമിക്കൽസിനെ കുറിച്ചാണ്. ഞാൻ ആ കൂടെ ഉപയോഗിക്കുന്നത് ആ ഉപ്പും പിന്നെ ബ്ലൂ മെഡിസിനും മാത്രമാണ്. കാരണം നമ്മൾ ഒരുപാട് കെമിക്കൽസ് അങ്ങോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിഷ് ടാങ്കിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ബാക്ടീരിയസും കാര്യങ്ങളും എല്ലാം ചത്തുപോകും. കെമിക്കലായി അതെല്ലാം ഒന്ന് കറക്റ്റായി വരാൻ വേണ്ടി കുറച്ച് നാളെടുക്കും. അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം കെമിക്കൽസും കാര്യങ്ങളും എല്ലാം കുറയ്ക്കുക. അത് ഫിഷിന് സേഫ് ആയിരിക്കും. അടുത്തായി പറയാൻ പോകുന്നത് നമ്മൾ പുതിയൊരു ഫിഷിനെ നമ്മുടെ പോണ്ടിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. എല്ലാവരും ചെയ്യുന്ന കാര്യമായിരിക്കും. കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് പുതിയൊരു ഫിഷിനെ കൊണ്ടുവരുമ്പോഴത്തേക്കിനും നമ്മളത് ആ കൂടോടുകൂടി തന്നെ എവിടെയാണ് വിടുന്നത്, ഏത് ഫിഷ് ടാങ്കിലാണ് വിടുന്നത് അവിടെ ഒന്ന് ഒരു 15 മിനിറ്റ് ഇട്ട് വെക്കുക. ഇത് ആക്ലിമേഷൻ പ്രോസസ് എന്ന് പറയും. പോണ്ട് വെള്ളവും ഇവിടെ ഈ കൊണ്ടുവന്ന ഫിഷിന്റെ ആ വെള്ളവും കൂടെ ടെമ്പറേച്ചർ കറക്റ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിടുന്നത്. അപ്പോൾ മീൻ വലിയ സ്ട്രെസ്സോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. ഈ സ്ട്രെസ്സും കാര്യങ്ങളും എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ pH-ന്റെ ഇഷ്യൂവും കൂടെ വന്നു കഴിഞ്ഞാൽ ആ കൂടെ പ്രശ്നമാകും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടെ ഉണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ നമ്മൾ പുതിയ ഫിഷിനെ മേടിച്ചുകൊണ്ട് വരുമല്ലോ. അപ്പോൾ ഈ ആക്ലിമേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഡയറക്റ്റ് അതിൻ്റെ ആ വെള്ളവും ഫിഷിനെയും കൂടെ ഡയറക്റ്റ് പോണ്ടിലോട്ടാണെങ്കിലും നമ്മുടെ ഫിഷ് ടാങ്കിലോട്ടാണെങ്കിലും ഇടാൻ ഞാൻ സജസ്റ്റ് ചെയ്തില്ല. കാരണം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ഷോപ്സിലും ക്ലീൻ ആയിരിക്കണമെന്നൊന്നുമില്ല. നമ്മുടെ ഫിഷ് ഇപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന ഫിഷ് ഹെൽത്തി ആകണമെന്നുമില്ല. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് പരിപാടികളുണ്ട്. അത് ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് ക്വാറന്റൈൻ എന്ന് പറയും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പോണ്ടിലോട്ട് വിടാവുള്ളൂ. അല്ല ഡയറക്റ്റ് നമ്മൾ പോണ്ടിലോട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതിന് ഇപ്പം ഈ മീനിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ബാക്കി മീനിനെയും കൂടെ സ്പ്രെഡ് ചെയ്തിട്ട് അത് പിന്നെ ഒരു വലിയ ഇഷ്യൂ ആവും. അപ്പോൾ ഈ pH കൊണ്ടോ ഇതുകൊണ്ടോ ഒന്നും ഒരു രക്ഷയും കാണത്തില്ല. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാവർക്കും pH-നെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പൊ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഈ pH എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ ഫിഷ് കീപ്പിംഗ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുത്തപ്പോഴാണ് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഉണ്ടെന്ന് തന്നെ അറിയുന്നത്. പണ്ട് നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഈ ആറ്റിലും തോട്ടിലും ഒക്കെ പോയി തോർത്തിട്ട് മീനെ പിടിച്ച് കുപ്പിയിലൊക്കെ ഇട്ടുകൊണ്ട് വരും. എന്നിട്ട് നമ്മൾ ചെടിയൊക്കെ നാട്ടി വെച്ചിട്ട് അങ്ങനെ ഇട്ട് വെച്ചേക്കും. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു കാലത്ത് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്ന എന്താ, മീൻ ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മീനെ ഇട്ട് കഴിഞ്ഞാൽ അതങ്ങ് കിടന്നോളൂ, അതിൽ തന്നെ ജീവിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല എന്നാണ്.
പക്ഷെ നമ്മളിങ്ങനെ ഇതൊക്കെ ഒന്ന് ഡെഡായി പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളാണത് അങ്ങനെയൊന്നും വിചാരിക്കാറില്ല. പക്ഷെ ഇപ്പം നമുക്കിങ്ങനെ നമ്മൾ ഫിഷ് കീപ്പിംഗ് ഹോബി ഏതൊരു പ്രോപ്പറായിട്ട് നോക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ മെഡിസിൻ്റെ കാര്യം, പിന്നെ ഇപ്പോൾ ഈ ഉപ്പിടുന്ന കാര്യം ഞാൻ പറഞ്ഞത് അത്, പിന്നെ എയർ പമ്പ്, ഹീറ്റർ, ഫിൽട്ടർ, മീഡിയ ഫിൽട്ടർ, ബയോ ഫിൽട്ടർ, ബയോഫ്ലോക്ക്, അങ്ങനെ എന്തൊക്കെ കുറേ സംഭവങ്ങൾ കാര്യങ്ങളെല്ലാം ഈ ഫിഷ് കീപ്പിങ്ങിന്റെ ഭാഗമായിട്ടുണ്ട്. നമ്മൾ ഇതെല്ലാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫിഷിനെ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ വളർത്താൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വേണ്ടി ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഹാപ്പി ഫിഷ് കീപ്പിംഗ് ഗൈസ്. താങ്ക് യു.